13/8/2025 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അതായത് KFON പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? KFON പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? കടുവയുടെ രൂപത്തിലുള്ള ഫിബോ. 2025 ഓഗസ്റ്റിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം വിലക്കയറ്റ തോതിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളം. 2025 ഓഗസ്റ്റിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം വിലക്കയറ്റ തോതിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ്. അയ്യങ്കാളി പ്രതിഭ പുരസ്കാരത്തിന് അർഹയായത് ആര്? പ്രസീത ചാലക്കുടി. അയ്യങ്കാളി പ്രതിഭ പുരസ്കാരത്തിന് അർഹയായത് പ്രസീത ചാലക്കുടി. കേരള വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസപ്ഷനിസ്റ്റിൻ്റെ പേരെന്താണ്? കെല്ലി. KELLY കെല്ലി. MT വാസുദേവൻ നായരുടെ ഏറ്റവും പുതിയ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? ഡോക്ടർ K ശ്രീകുമാർ. MT വാസുദേവൻ നായരുടെ ഏറ്റവും പുതിയ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ K ശ്രീകുമാർ. ഇന്ത്യയിലെ നിലവിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ നിലവിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6 എണ്ണമാണ്. ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഇതാണ് 6 പാർട്ടികൾ. 2024 മലയാറ്റൂർ അവാർഡിന് അർഹമായ ഇ സന്തോഷ് കുമാറിൻ്റെ കൃതി ഏത്? തപോമയിയുടെ അച്ഛൻ. 2024 മലയാറ്റൂർ അവാർഡിന് അർഹമായ ഇ സന്തോഷ് കുമാറിൻ്റെ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ.